നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ചുമ്മാ ഇന്ന് ഈ മാസം എന്തായാലും February 1 ആണ്. സോ നമുക്ക് ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സാധ്യത എന്ന് നോക്കാം. ലെറ്റ്സ് സീ എന്താണ് സംഭവിക്കാൻ സാധ്യത, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, 7 of Cups ആണ്, 6 of Wands, Chariot, ഓക്കെ, Death and Rebirth, 7 of Swords, 5 of Cups, okay, Tower card ഉണ്ട് ഇവിടെ, Hierophant, whatever, Page of Cups, Queen of Wands, 3 of Pentacles and 10 of Pentacles. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി തുടക്കത്തിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ അല്പം ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാം. കപ്സ് പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് എന്ന രീതിയിൽ പറയാറുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് ഐ തിങ്ക് ഡിസ്ട്രാക്റ്റഡ് ആണ്. എനിക്ക് അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, എനിക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയാലും നിങ്ങളായാലും ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ കുറേ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ പരസ്പരം ലൈക്ക് ഡേ ഡ്രീമിങ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് കണ്ണു തുറന്ന് സ്വപ്നങ്ങൾ കാണുക. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും നെയ്ത് കൂട്ടുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അവർക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സോ അതുകൊണ്ടായിരിക്കും ഡിസ്ട്രാക്ഷൻസ് വരുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് നല്ലൊരു റിലേഷൻഷിപ്പാണ്. 6 of Wands ആണ് ഇവിടെ. 6 of Wands വരുമ്പോൾ നിങ്ങൾ തമ്മിലൊരു നല്ലൊരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി കുറച്ച് പേർക്ക് ഓക്കെ സക്സസ് അതായത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് നിങ്ങളത് സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് കാലം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോയത് എന്ന് പറയാം. ഓക്കെ, ഞാനിവിടെ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് രണ്ടുപേരും ഇതിൽ റിലേഷൻഷിപ്പിൽ ഈക്വൽ എഫേർട്ട് ഓക്കെ ഈക്വൽ എഫേർട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഈക്വൽ എഫേർട്ട് ഇതിലില്ല. അവിടെയാണ് പ്രശ്നം. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ മേ ബി സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഐ തിങ്ക് ഒരാളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഉണ്ട്, ഒരാളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇല്ല ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അതായിരിക്കും ഇവിടെ തടസ്സം ഉള്ളത്. നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെക്കുറിച്ച്. പക്ഷേ ഈ സിറ്റുവേഷനെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എഫേർട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ടില്ല എന്നാണ് എനിക്ക് കാണുന്നത്. അത് പല കാരണങ്ങളും കൊണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഹിഡൻ ഉണ്ട്. അതിപ്പോൾ ഏത് തരത്തിലും ആവാം, സീക്രട്സ് ആവാം, അവർ ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാത്ത വല്ല കാര്യങ്ങളായിരിക്കാം. അതിപ്പോൾ തേർഡ് പാർട്ടി എനർജി നമുക്കിവിടെ വന്നിട്ടില്ല. സോ നമ്മൾ അതിനെക്കുറിച്ച് ഐ തിങ്ക് പറയാതിരിക്കുക നല്ലത്. തേർഡ് പാർട്ടിയുടെ കാര്യമല്ല, ബട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിൽ മേ ബി നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്ന് പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സീക്രട്ട് ആയിരിക്കാം, അതായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പുറത്ത് പറയാൻ സാധിക്കില്ല. ഓക്കെ, മറ്റുള്ളവരെ മുമ്പിൽ നമ്മളൊരു വിക്ടറി എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ രീതിക്കായിരിക്കാം. എക്സ്ട്രാ മാരിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ പാരൻസ് അപ്രൂവ് ചെയ്യാത്തായിരിക്കാം. സിംഗിൾസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ പാരൻസ് സമ്മതിക്കില്ല, റിലീജിയൻ വേറെ, പല കാര്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെ തരത്തിലുള്ള എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ബന്ധമായിരിക്കാം നിങ്ങളുടെ. സോ അതുകൊണ്ട് തന്നെ ഇതിലൊരു സക്സസ് എത്തണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, ബട്ട് ഇവിടെ ഐ തിങ്ക് ചില തടസ്സങ്ങൾ കാണുന്നത് എനിക്ക് പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടിൻ്റെ കുറവാണ്. പേഴ്സൺ അത് മനസ്സിൽ കാര്യങ്ങൾ വെച്ച് ഡീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതായത് തുറന്ന് പറയുന്നില്ല. അവരുടെ മനസ്സിൽ ശരിക്കും ഫീലിങ്സ് ഉണ്ട്, അവർ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതൊന്നും അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല ദാറ്റ് ഈ റിലേഷൻഷിപ്പിൽ ശരിക്കും അവർ എഫേർട്ട് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇടുന്നത് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നാം. റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവും എന്ന രീതിക്കാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറയുന്നത്. പക്ഷെ അതിന് രണ്ടുപേരുടെ ഈക്വൽ എഫേർട്ട് വേണം എന്ന രീതിക്കാണ്. പക്ഷെ അത് ഐ തിങ്ക് ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തിരി കുറവാണ്, ലേശം കുറവാണ്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു മാറ്റം വരാനുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരാനുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കാം. പേഴ്സണിന് ദാറ്റ് റിയലൈസ് ചെയ്യണം, ദാറ്റ് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരണം എന്ന രീതിക്ക് അവർ
മനസ്സിലാക്കി ഒരു മാറ്റം വരണം. പേഴ്സണൽ ചില മാറ്റങ്ങൾ വരാനുണ്ടാവാം, നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഒരു ചെറിയ മാറ്റം വരാനുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, ആ എന്നാലേ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഇത് പോകുള്ളൂ മുന്നോട്ട്. ഇതിവിടെ നമ്മൾ രണ്ട് കുതിരയാണ്, രണ്ട് കളറാണ്. ഓക്കെ, നമ്മുടെ ലൈക്ക് രണ്ടുപേരുടെ എഫേർട്ട് എന്ന രീതിക്ക് ഞാൻ അതിനാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഹിഡൻ ഉണ്ട്. അതിപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ മേ ബി പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവാം. ഇവിടെ ലോസിൻ്റെ ഒരു കാര്യം ഉണ്ട്. സോ മേ ബി പാസ്റ്റിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ലോസ് എന്ന രീതിയിൽ, അതിപ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി കാണാം. എനിക്ക് ആ റിലേഷൻഷിപ്പ് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാര്യമായിരിക്കാം. അതായിരിക്കാം അവരുടെ മനസ്സിൽ കിടക്കുന്നത്. ചില ഹിഡൻ ആയിട്ട് ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവാം. ഓക്കെ, വേറെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. മേ ബി നിങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങളുടെ പേഴ്സണിന് ശരിക്കും ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ, നിങ്ങൾക്ക് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പേഴ്സണിന് നിങ്ങളെ ട്രസ്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയും പറയാം. ഓക്കെ, മേ ബി ഞാൻ പറഞ്ഞില്ല, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അവർക്ക് ചിലപ്പോൾ വല്ലതും ഉണ്ടായെന്ന് വിചാരിക്കുക. ഏതെങ്കിലും പേഴ്സൺ അവർ റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തി അവരെ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ചിലപ്പോൾ അങ്ങനെ വല്ലതും അനുഭവിച്ചിട്ട് വേറെ എന്തെങ്കിലും തരത്തിൽ റൊമാൻറ്റിക് ആവണമെന്നില്ല. ഓക്കെ, അവരുടെ പാസ്റ്റിൽ അവരുടെ ഫാമിലിയിലായാലും ചില ചൈൽഡ്ഹുഡ് വൂൺസ് ഉണ്ടാവാം നമുക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. അവരെപ്പോഴും അങ്ങനെ അവർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ചുറ്റുമുള്ള ആൾക്കാരെ കണ്ടിട്ടുമൊക്കെ നമ്മൾ ചിലത് പഠിക്കും കേട്ടോ. അതുകൊണ്ട് പ്രശ്നം. ഓക്കെ, ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്കും ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടെ എന്ന രീതിക്ക് ചിന്തിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഇടയ്ക്കൊരു അഡ്വൈസ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാക്സിമം നിങ്ങൾ ആരോടൊന്നും പറയാതിരിക്കാം. ഓക്കെ, അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ അധികം കേൾക്കാനും പോകരുത്. എല്ലാവരുടെയും സിറ്റുവേഷൻ വേറെയാണ്. ഒരാൾക്ക് എന്തെങ്കിലും നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കണം ഒരു നിർബന്ധമില്ല. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മേ ബി ഇതൊക്കെ നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, വേറൊരാൾക്ക് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ ആ ഒരു നഷ്ടത്തിൻ്റെ ഒരു ഫീലിംഗ് എന്ന രീതിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് അതെന്തോ പാസ്റ്റിൽ എന്തോ കാര്യം ഒരു മനസ്സിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കും ഉണ്ടാവാം, ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനും ഉണ്ടാവാം, രണ്ടുപേർക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ലോസ് എന്ന രീതിക്കാണ് പറയാം. നമ്മൾ എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ മുമ്പ് പലപ്പോഴും പിരിഞ്ഞത്, ഇപ്പോൾ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ്റെ പീരീഡ് ആയിരിക്കാം, അവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കൊണ്ട് ടവറും ഉണ്ട്. സോ മേ ബി നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് ഡെഫിനറ്റ്ലി മിസ്സിങ് എനർജി ഉണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല എന്നും പറയാം. അല്ല, നിങ്ങൾ സെപ്പറേഷനിലല്ല എന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് ആ പാസ്റ്റിലെ ചില കാര്യങ്ങൾ, ഓക്കെ, അവരെ പാസ്റ്റിൽ നടന്ന ചില സംഭവങ്ങൾ, അവരെ വേദനിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ. അതൊക്കെയാണ് ഇവിടെ ബ്ലോക്കേജസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർ എഫേർട്ട് ഇടുന്നില്ല എന്ന് പറയാം. ഇവിടെ ഹൈറോഫൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് ഐ തിങ്ക് ഈ ഒരു മാസം നമ്മൾ പറയുന്നത് ഹൈറോഫൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും അഡ്വൈസ് എടുക്കാനുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് കാര്യങ്ങൾ ബെറ്റർ ആക്കും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ അത് തിരിച്ച് വീണ്ടും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും റീബിൽഡ് ആവും എന്നെടുക്കാം. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്, അല്ലേ, കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട്. മേ ബി ഒരു സെപ്പറേഷൻ വരുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെയും പറയാം. പക്ഷെ ആ സെപ്പറേഷൻ വന്നാൽ തന്നെ അത് ചില സമയത്ത് അത് നല്ല തന്നെയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കാം. എനിക്ക് ഇവിടെ ഹൈറോഫൻ്റ് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളൊരു ആരുടെങ്കിലും നിങ്ങൾ അഡ്വൈസ് ചോദിക്കുമെന്ന് പറയാം. ഇവിടെ ഗൈഡൻസ് എവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം. ചിലപ്പോൾ ഗൈഡൻസ് കിട്ടും, നിങ്ങൾക്ക് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, അതോ ഇതിൽ നിൽക്കണോ വേണ്ടേ എന്നടക്കം മേ ബി നിങ്ങൾ ചിന്തിക്കാനുള്ള സാധ്യതയാണ് കുറച്ച് പേർക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് അതും പോസിബിലിറ്റിയാണ്. ബട്ട് ഇവിടെ എനിക്ക് ഓവറോൾ എനർജി നല്ലതാണ്, നിങ്ങൾ തമ്മിൽ നല്ല ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ സിറ്റുവേഷൻ എന്ത് തന്നെ വന്നാലും ഓക്കെ, നിങ്ങൾ മേ ബി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൾറെഡി സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേഷൻ ചെറുതായിട്ട് വരാനുള്ള സാധ്യതയാണ്. പക്ഷെ അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒന്ന് ക്ലാരിറ്റി കിട്ടാനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല, പേഴ്സണ് ശരിക്കും വേണോ വേണ്ടേ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അവർ എഫേർട്ട് ഇടുന്നില്ല പ്രോപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേഷൻ വരുന്നത് നല്ല ഇനാണ്. ബിക്കോസ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഐ തിങ്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് വരാം. ഓക്കെ, കുറച്ച് പേർക്ക് മാരേജിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നും പറയാം. അവർക്കും ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് സക്സസ്. ഈ 6 of Wands നമ്മൾ മാരേജ് കാർഡാണ്. സോ മേ ബി 2 കാർഡ് മാരേജിൻ്റെ ഉണ്ട്. മാരേജ് ട്രഡീഷൻസ് എന്ന രീതിയിലൊക്കെ പറയാം, സക്സസ് എന്ന രീതിയിൽ പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ആയിരിക്കാം. ഓക്കെ, ഒരു ഹയർ ലെവലിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന രീതി പറയാം. നിങ്ങൾ ഹയർ ലെവലിലേക്ക് പോകുന്നതായിരിക്കും, നിങ്ങൾ സ്പിരിച്വലി ഒരു മാറ്റം നിങ്ങളിൽ വരുന്നതായിരിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കാം, റിയലൈസേഷൻസ് വരുന്നതായിരിക്കാം, അങ്ങനെയും ഉണ്ട്. ഓക്കെ, സോ മേ ബി പേഴ്സൺ അങ്ങനെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തമ്മിലൊരു അകൽച്ച വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എന്നല്ല, പേഴ്സൺ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു ബിഗിനിങ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് പേഴ്സൺ
വീണ്ടും അതിൽ എഫേർട്ട് ഇടാൻ വരുമ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ വ്യക്തി ആയിരിക്കാം. ഓക്കെ, ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ചോദിച്ച വ്യക്തി അല്ലാതെ വേറൊരാൾ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഓക്കെ, ഇത് ക്വീൻ ഓഫ് വാൻസ് എനർജി ഇത് നിങ്ങളുടെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ പറയാം. ഓക്കെ, മേ ബി നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട്, ഓക്കെ, നിങ്ങളുടെ ഒരു ലൈക്ക് കഴിവുകൾ യൂസ് ചെയ്ത് നല്ലൊരു സ്ഥാനത്ത് നിൽക്കുക, മാനിക്കപ്പെടുന്നൊരു ലെവലിൽ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇത് നിങ്ങളുടെ ഗ്രോത്ത് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്ന് പറയാം. ഓക്കെ, അതായത് അട്രാക്ഷൻ എന്ന് വെച്ചാൽ തെറ്റായിട്ടല്ല പറയുന്നത്. നിങ്ങളുടെ അതായത് എങ്ങനെ പറയാം, നിങ്ങളൊരു പവറിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ വേണ്ട എന്ന രീതിയിൽ നിങ്ങൾ നിന്നാൽ അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു പുൾ തോന്നുക. അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതങ്ങനെയാണ് എപ്പോഴും. നമ്മൾ വേണ്ട എന്ന് വെച്ച് മാറുമ്പോഴായിരിക്കും അവർ ഇങ്ങോട്ട് വരിക. സോ ആ രീതിക്ക് എടുക്കാം. ഓക്കെ, പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം. മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ വരും എന്ന രീതിയിൽ നമുക്ക് പറയാം. ബട്ട് അതിന് ഈ ഒരു ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസം സംഭവിക്കാനുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്ന രീതിയിൽ പറയാം. നമുക്ക് എഫേർട്ട് ഇടുന്ന 3 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾ പറയുന്നത് ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺ നേരത്തെ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നില്ല റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ വേറെ പല കാര്യങ്ങളും മാറിപ്പോയി, അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ആയിപ്പോയി, അവർ പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ല, നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ത് തന്നെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, ഇത് നിങ്ങളെ പേഴ്സണുമായിട്ട് ഐ തിങ്ക് നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ശരിയാക്കുന്ന മട്ടിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ വീണ്ടും അട്രാക്റ്റ് ആയിട്ട് വരും എന്ന രീതിയിലാണ്. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അത് ഞാൻ ഇവിടെ ഓൾറെഡി ഹൈറോഫൻറ്റിലും പറഞ്ഞു. ഇത് ഒരു ക്വീൻ ഓഫ് വാൻസ് എനർജി നമ്മൾ ഫ്രണ്ട് എന്ന രീതിക്ക് എടുക്കാറുണ്ട്. കാരണം ഇവിടെ ഇതും കൂടി കണ്ടുകൊണ്ടാണ്. സോ മേ ബി നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയും ഗൈഡൻസ് എടുക്കും എന്ന് പറയാം. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ മേ ബി നമുക്ക് അങ്ങനെയും കൂടി പറയാം. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ നിങ്ങൾ തമ്മിൽ എഫേർട്ട് ഇട്ട് സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. സെലിബ്രേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ പോസിറ്റീവായിട്ടൊരു മുന്നോട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാസം. ഓക്കെ, വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് ചില ക്ലാഷസ് വരും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അത് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പ്രോപ്പർ എഫേർട്ട് ഇല്ല ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, സെലിബ്രേഷൻ വരുന്നു എന്ന രീതിയിലാണ്. നിങ്ങളൊരു ഫാമിലി പോലെ ഓൾമോസ്റ്റ് നിങ്ങളെ അവർ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഫാമിലി പോലെ വേണം എന്ന് തന്നെയാണ്. അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് അവർ ചെയ്യാൻ തയ്യാറാവും. ഓക്കെ, മേ ബി നിങ്ങളത് തുറന്ന് ചിലപ്പോൾ പറയേണ്ടി വരും ദറ്റ് ഇവിടുന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് മാറിപ്പോണ്ടി വരും. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഈ ഡെത്ത് കാർഡ് അല്ലെങ്കിൽ 5 കപ്സ് പറയുമ്പോൾ മേ ബി നിങ്ങളായിരിക്കാം വിട്ട് മാറിപ്പോകുന്നത്. ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പറ്റില്ല എന്ന് നിങ്ങളായിരിക്കും തീരുമാനിക്കുന്നത്. ഇത് നിങ്ങൾ തമ്മിൽ എനിവേ തിരിച്ച് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യും എന്ന രീതിയിലാണ്. പക്ഷെ ആ ഗ്രോത്ത് വരാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. ഇപ്പം ഗ്രോത്ത് വരണമെങ്കിൽ ചില മാറ്റങ്ങൾ കൂടി വേണം. അവിടെ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ഈ ടവർ ആൻഡ് ഡെത്ത് കാർഡ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. ആ സിറ്റുവേഷൻ അങ്ങനെ വന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും നിങ്ങൾക്ക് ബെറ്റർ ആക്കാനും ഒക്കെ സാധിക്കുന്നത്. ഓക്കെ, സോ എനിവേ ഇത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ബട്ട് ജസ്റ്റ് ഞാനിപ്പോൾ ജനറൽ നമ്മൾ പറഞ്ഞത് മാത്രം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ തന്നെ ഐ തിങ്ക് അത് വർക്കൗട്ട് ആവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കണ്ടത്. ഓക്കെ, നിങ്ങൾ ഓക്കെ, ഇത് ഞാൻ റൊമാൻസ് ഏജൻസ് എടുത്തു എന്ന് നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ഗൈഡൻസ് ആയിട്ട് ചോദിക്കാം. റൗണ്ട് ആൻഡ് റൗണ്ട്, യെസ് അതാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, നോ പ്ലേസ് ലൈക്ക് ഹോം, ടൈം ടു ഗോ. ആരോ ഒരാൾ ഇവിടെ പോകുന്നുണ്ട്. ഹിയർ ആൻഡ് നൗ, between the worlds, not for you, the fates. ഓക്കെ, ഇവിടെ റൗണ്ട് ആൻഡ് റൗണ്ട് കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, പ്രോപ്പറായിട്ട് അവർ ശരിക്കും വേണ്ട എഫേർട്ട് ഇടുന്നില്ല. ഓക്കെ, അതായത് ഇൻ ആൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെയാണ് പ്രശ്നം. അവർ ഒന്ന് വരും, സംസാരിക്കും, കുറച്ചടുക്കും, വീണ്ടും മാറിപ്പോവും. ആ രീതിയിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ വീണ്ടും 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 അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ഓക്കെ ആയിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കും. അത് കഴിഞ്ഞ് ആ പേഴ്സൺ അവർ ഒന്ന് മാറും, വീണ്ടും നിങ്ങൾ ഡൗൺ ആവും. സോ ഇത് തന്നെ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്തു പോകും, അല്ലെങ്കിൽ അവർ പിന്നെ വാട്ട് എവർ അങ്ങനെ ആ ഒരു സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഇത് എൻഡ് ചെയ്യണം. ഓക്കെ, ഇതിനാണ് ഐ തിങ്ക് ഇവിടെ ടൈം ടു ഗോ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളായിരിക്കും ചിലപ്പോൾ സിറ്റുവേഷൻ വിട്ട് മാറി നിൽക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങളായിട്ട് തീരുമാനിച്ചൊന്ന് മാറി നിൽക്കുമ്പോഴേ നിങ്ങളുടെ പേഴ്സണിന് എന്താ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവുള്ളൂ. നോ പ്ലേസ് ലൈക്ക് ഹോം എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവും. വീട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മളുടെ ഒരു കംഫേർട്ട് ലെവൽ അല്ലേ, നമ്മുടെ ഒരു ഇഷ്ടമുള്ള ഒരു സ്ഥലം, നമ്മുടെ കംഫേർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം, നമുക്ക് വളരെ സേഫായിട്ട് ഫീൽ ചെയ്യുന്നൊരു സ്ഥലം.
അങ്ങനെയൊക്കെ പറയാം നമുക്ക് അല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് ആ ഫീൽ ചെയ്യും ദാറ്റ് നിങ്ങൾ അങ്ങനെ വിട്ടു പോവുക എന്തെങ്കിലും ചെയ്താലായിരിക്കും ചിലപ്പോൾ അവർക്ക്. അതുകൊണ്ടാണ് ആക്ച്വലി അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും വരുന്നത്. ഓക്കെ, അങ്ങനെ വിട്ടു മാറി പോയാൽ തന്നെ, കുറച്ച് അകന്ന് നിന്നാൽ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് ഹോം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് അവർ, നമ്മൾ നേരത്തെ ആയിടൊന്നു ഇതിലെല്ലാം ഒന്നും ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വളരെ ഫാമിലി പോലെ നിങ്ങളെ ഫീൽ ചെയ്യുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലിംഗ് കൊണ്ടാണ് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ഇൻ ആൻഡ് ഔട്ട് കളി ശരിയല്ലല്ലോ. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളോട് പറയുന്നത് നോട്ട് ഫോർ യു എന്നുള്ളൊരു അഡ്വൈസ് ഉണ്ട്. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, 2 ഡിവിഷനായിട്ട് എടുത്തോളൂ. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾക്കുള്ള സിറ്റുവേഷൻ അല്ല, നിങ്ങളോട് മാറിപ്പോകാനാണ് പറയുന്നത്, വിട്ടുകളയാനാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇതിങ്ങനെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഓക്കെ, എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ തീരുമാനം നിങ്ങളെടുക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് പറ്റിയതാണോ ഈ സിറ്റുവേഷൻ എന്ന് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, നിൽക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഈ സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വിട്ട് മാറണോ അതോ ഇനി ഇങ്ങനെ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ എന്താ തീരുമാനം നിങ്ങളുടെ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് എപ്പോഴും നിൽക്കും. ഓക്കെ, സോ ഇവിടെ എന്ത് തന്നെയായാലും നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോൾ തൽക്കാലം ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് ആങ്സൈറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ മൊമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യാം. അതായത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഇപ്പോൾ ലൈഫിൽ എന്താണോ നടക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത്, അത് നിങ്ങൾ എൻജോയ് ചെയ്യുക തൽക്കാലം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. ഇന്നത്തെ ദിവസം ഓക്കെ, അത് മാത്രം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുക. അല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറി ചെയ്യേണ്ട എന്ന്. ഓക്കെ, അതാണ് ഇപ്പോൾ ഉദ്ദേശം. അതാണ് പാസ്റ്റിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട, ഫ്യൂച്ചറിനെ കുറിച്ചും നിങ്ങൾ അധികം ചിന്തിക്കേണ്ട. എന്താവും ഈ പേഴ്സൺ വരുമോ വരില്ലേ, മെസ്സേജ് ചെയ്യുമോ, എന്താണാവോ അവരുടെ ലൈഫിൽ, അങ്ങനെ ഇങ്ങനെ കൂടുതൽ ചിന്തിച്ച് നിങ്ങൾ തല പോയിക്കണ്ട. ഓക്കെ, വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്തായാലും. ഓക്കെ, സിറ്റുവേഷനിൽ മാറ്റങ്ങൾ യൂണിവേഴ്സ് വരുത്തും. പക്ഷേ ഐ തിങ്ക് ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്താലേ ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം വരുള്ളൂ. നിങ്ങളൊന്ന് മാറി നിൽക്കണോ വേണ്ടേ, നിങ്ങൾക്ക് ഈ റിലേഷൻ വേണോ, ഇങ്ങനെ ഈ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ഇത് വേണോ എന്നൊക്കെ നിങ്ങളൊന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ ഐ തിങ്ക് ആ പേഴ്സൺ അപ്പോഴേ ഒരു ആലോചിക്കുള്ളൂ എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഐ തിങ്ക് ആ ഒരു ടവർ മൊമെന്റും ഡെത്തും കണ്ടത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ ചില എൻഡിങ്സ് ആവശ്യമാണ്. ചില എൻഡിങ്സ് ആയാൽ മാത്രമേ ചില ന്യൂ ബിഗിനിങ്സ് വരുള്ളൂ. അങ്ങനെയാണ് ഡെത്ത് കാർഡ് എപ്പോഴും നമ്മൾ എൻഡിങ് എന്ന രീതിക്കല്ല എടുക്കാം. എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ്. സോ അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു വരും. നിങ്ങൾ ധൈര്യത്തിലിരിക്കുക. ഓക്കെ, അല്ലാത്തത് നമ്മൾ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല അല്ലേ, അങ്ങനെയല്ലേ. സോ ആലോചിച്ച് നോക്കുക. വേണ്ട നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്ത്. ഐ തിങ്ക് ഈ ഒരു ഫെബ്രുവരി മന്ത് ഐ തിങ്ക് നിങ്ങളെ സ്ട്രോങ് ആക്കുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജിലും ഓൾമോസ്റ്റ് അങ്ങനെ ഒരു എനർജി ആയിരുന്നു വന്നത്. മേ ബി നിങ്ങളുടെ ഗ്രോത്തിൻ്റെ കാര്യമായിരിക്കാം, നിങ്ങളുടെ ഒരു മാറ്റത്തിന് സമയമായിരിക്കും. ഓക്കെ, സോ എനിവേ നല്ല കാര്യം. ബന്ധങ്ങളും എല്ലാം എന്തും നിങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ അവനവനെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, ആ ഒരു പോയിന്റിലേക്ക് എത്തി ഞാൻ. എനിവേ എന്തായാലും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ ബെറ്റർ സിറ്റുവേഷനിലേക്ക് വരും. ഓക്കെ, ചില അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും ഈ മാസം. ഓക്കെ, പക്ഷേ സിറ്റുവേഷൻ ഐ തിങ്ക് നിങ്ങൾക്ക് പരസ്പരം ഒന്ന് നമ്മൾ പറയില്ലേ, ഒന്ന് എന്താ പറയുക, ടവർ കാർഡ് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാം ഒന്ന് പൊട്ടി തകർന്നു എന്ന് പറയും. ഓക്കെ, പൊട്ടി തകർന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റീബിൽഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾ ബേസ് തൊട്ട് നമ്മൾ റീബിൽഡ് ചെയ്യുകയാണ്. ആദ്യം തൊട്ട് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പോലെ ഹലോ പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കി. ഓക്കെ, വീണ്ടും ഒന്ന് അടുത്ത് കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് തോന്നും ഇത്രയും കാലം ഞാൻ ഓൾറെഡി അറിഞ്ഞ ആളല്ലേ, പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ചില സമയത്ത് നമുക്ക് ആ വീണ്ടും ഒന്നേൽ നിന്ന് തുടങ്ങുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒന്ന് സമാധാനത്തോടെ വീണ്ടും റീബിൽഡ് ചെയ്ത് വരിക. പക്ഷെ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. ഇത്തവണ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ എൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചത് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇത്തവണ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളതിന് കൂടി പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ ഒരു ഹിൻറ്റ് തന്നിട്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി പിന്നെ പറയാം. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.